വൈക്കത്തും പൂഞ്ഞാറിലും അപരഭീഷണി. ഈ അപരന്മാരെ കൊണ്ട് തോറ്റ് ഒന്ന് ജയിക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് അപരന്മാരെ ഇറക്കം. വൈക്കത്ത് LDF സ്ഥാനാർത്ഥി P. പ്രദീപിൻ്റെ പേരിനോട് സാമ്യമുള്ള K. പ്രദീപ് സ്വതന്ത്രനായ പത്രിക കൊടുത്തു. പൂഞ്ഞാറിൽ LDF സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എന്ന പേരിനോട് സാമ്യമുള്ള സെബാസ്റ്റ്യൻ KJ കുളത്തുങ്കലും പത്രിക നൽകി കഴിഞ്ഞു. ഇവിടെ UDF സ്ഥാനാർത്ഥിയുടെ പേര് സെബാസ്റ്റ്യൻ MJ എന്നാണ്. കോട്ടയം മണ്ഡലത്തിലെ LDF UDF സ്ഥാനാർത്ഥികളുടെ പേരും അനിൽകുമാർ എന്നാണ്. ടോബി ജോൺസൺ അപരന്മാരുടെ കഥയുമായി കോട്ടയത്ത് നിന്ന് ചേരുന്നു. പറയൂ ടോബി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. രണ്ട് സ്ഥലങ്ങളിലാണ് ഈ അപരന്മാരുടെ ശല്യമുള്ളത്. അത് ഏറ്റവും കൂടുതൽ ആശങ്കയിലാക്കുന്നത് വൈക്കത്താണ്. വൈക്കത്ത് നമുക്കറിയാവുന്നതുപോലെ ഇത്തവണ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. നേരത്തെ CPI MLA ആയിട്ടുള്ള K. അജിത്താണ് BJPക്ക് വേണ്ടി കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. ബിനിമോൻ UDFന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നു. CPIക്ക് വേണ്ടി LDFന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് പ്രദീപ് എന്ന് പറയുന്ന P. പ്രദീപാണ്. അദ്ദേഹത്തിനെതിരെയാണ് ഇപ്പോൾ ഒരു അപര സ്ഥാനാർത്ഥി വന്നിരിക്കുന്നത്. K. പ്രദീപ് എന്ന് പറയുന്ന പേരിലുള്ള ഒരാൾ നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് സൂക്ഷ്മ പരിശോധന നടക്കുമ്പോൾ തള്ളുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല. പക്ഷേ അങ്ങനെ ഒരു പേര് വന്നിരിക്കുന്നത് LDF ക്യാമ്പിനെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് പൂഞ്ഞാറിലേക്ക് വരികയാണെങ്കിൽ പൂഞ്ഞാറിൽ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ MLAക്കാണ് ഏറ്റവും കൂടുതൽ വെല്ലുവിളി വന്നിരിക്കുന്നത്. അവിടെ സെബാസ്റ്റ്യൻ KJ കുളത്തിങ്കൽ എന്ന് പറയുന്ന ഒരു വ്യക്തി നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുന്നു. അവിടുത്തെ UDF സ്ഥാനാർത്ഥിയുടെ പേര് സെബാസ്റ്റ്യൻ MJ എന്നാണ്. അപ്പോൾ രണ്ടു പേർക്കും ഒരുപോലെ വെല്ലുവിളിയുണ്ട്. ആ പേരുകൾ തമ്മിലുള്ള ഒരു സാമ്യതയിൽ ഒരു ഇതുണ്ട്. നമുക്കറിയാൻ സാധിക്കുന്ന ഈ വ്യക്തി തിരൂരങ്ങാടിയിലുള്ള ഒരു ആളാണെന്നാണ് ഈ സെബാസ്റ്റ്യൻ KJ കുളത്തിങ്കൽ എന്ന് പറയുന്ന വ്യക്തി. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത് കോട്ടയം മണ്ഡലത്തിലാണ്. കോട്ടയം മണ്ഡലത്തിലേക്ക് വരുമ്പോൾ അത് അപരനെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ പേരുകളിലെ സാമ്യത, അതായത് LDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള K. അനിൽകുമാറിന്റെ അതേ പേരിൽ തന്നെ, അതായത് P. അനിൽകുമാർ എന്ന പേരിലാണ് ഇവിടുത്തെ NDA സ്ഥാനാർത്ഥിയും മത്സരിക്കുന്നത്. അപ്പോൾ അതിലൊരു വലിയ കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും നമ്മളോടൊപ്പം ഇപ്പോൾ അനിൽകുമാർ ഇവിടെ കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ എത്തി വോട്ട് ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ആ കാര്യങ്ങളുടെ ഒരു വിശദാംശങ്ങൾ ചോദിക്കാം. എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണെന്ന് അറിയാം. ഒരു ചെറിയൊരു ആശങ്ക, അതായത് ഈ ഇന്നലെ നാമനിർദ്ദേശ പത്രിക പൂർത്തിയായി. അപ്പോൾ ഒരു NDA സ്ഥാനാർത്ഥിയുടെ പേര് P. അനിൽകുമാറിനാണ്, K. അനിൽകുമാറാണ്. ഇത് ആളുകൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടോ? ഒരു കൺഫ്യൂഷനും ഇല്ല. അരിവാൾ ചുറ്റിയ നക്ഷത്രം ഏറ്റവും മുകളിലാണ്. ദേശീയ പാർട്ടി എന്ന നിലയ്ക്ക് CPIM അരിവാൾ ചുറ്റിയ നക്ഷത്രം അനിൽകുമാർ എന്ന് പറയുമ്പം A ആണല്ലോ, അത് ഒന്നാം സ്ഥാനത്താണ്. പ്രശ്നം അതല്ല. കോട്ടയത്തെ UDFന്റെ സ്ഥാനാർത്ഥി ഏതെങ്കിലും തരത്തിൽ RSS BJP എന്ന നിലയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ദാർശനികമായ ആശയപരമായ നിലപാടെടുക്കാത്ത ആളാണ്. ഞങ്ങൾ പറയുന്നത് ഇവിടുത്തെ RSSന്റെയും BJPയുടെയും നേതാക്കന്മാർ ആലോചിക്കണം. അവരുടെ വ്യക്തിത്വത്തിന് മേലാണ് ഇദ്ദേഹം കടന്നുകയറ്റം നടത്തുന്നത്. എന്തെങ്കിലും ഡീലുണ്ടെന്നാണോ പറയുന്നത്? കോട്ടയത്ത് അവരുടെ വ്യക്തിത്വത്തിന് മേലാണ് ഇദ്ദേഹം കടന്നുകയറ്റം നടത്തുന്നത്. അത് ഇത്തവണ അംഗീകരിച്ചു കൊടുക്കും എന്ന് ഞാൻ കരുതുന്നില്ല. നേരത്തെയും പറഞ്ഞത് ചില ധാരണകൾ ഉണ്ടായിരുന്നു എന്ന് താങ്കൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പൊ ഇത്തവണയും അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഡീലുണ്ടോ? ഇപ്പോൾ നമ്മൾ അതല്ല ഞാൻ പറയുന്ന ഡീലുകളുടെ കേരളത്തിലും മറ്റു സ്ഥലങ്ങളിൽ കേൾക്കുന്ന ഡീലുകൾ അല്ലെന്ന നിലയ്ക്കല്ല. ഇതൊരു സ്ഥാനാർത്ഥി വ്യക്തിപരമായി കൈകാര്യം ചെയ്യുന്നതാണ്. അതിന് അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ ഉപയോഗിക്കുന്നു. അതിന് പ്രസ്ഥാനം വരികയാവുന്നുള്ളതാണ് BJP നേതാക്കന്മാർ തിരിച്ചറിഞ്ഞിട്ടുള്ള കാര്യം. ഈ പേര് തമ്മിൽ പ്രശ്നങ്ങളൊന്നും വലിയ വെല്ലുവിളി ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ല, അരിവാൾ ചുറ്റിയ നക്ഷത്രം ഒന്നാം സ്ഥാനത്താവും സ്വാഭാവികമായും. മറ്റത് നമ്മളെ സംബന്ധിച്ചൊരു വിഷയമല്ല. ഇവിടെ ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. അതാണ് എന്തായാലും അദ്ദേഹം കോൺഫിഡൻസിലാണ്. കാരണം ചിഹ്നം ഒരു പ്രധാനപ്പെട്ട കാര്യമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും പൂഞ്ഞാറിലും വൈക്കത്തും അത് അല്പം പ്രതിസന്ധികൾ ഉണ്ടാക്കും. എന്തായാലും ഇന്ന് ഈ സൂക്ഷ്മ പരിശോധന കഴിയുമ്പോൾ നമുക്കൊരു വ്യക്തമായ ചിത്രം ലഭിക്കും. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.